ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. വയനാട് ദുരന്തവും ഗ്യാപ്പ് റോഡ് അടച്ചതും രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞുവെന്ന വ്യാജ പ്രചരണവും തിരിച്ചടിയായി. ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് DTPC അധികൃതരും. ഞാനിപ്പോൾ ഉള്ളത് രാമക്കൽമേട്ടിലാണ്. സാധാരണ ഓണത്തിനോടനുബന്ധിച്ച് ഈ സമയത്തൊക്കെ കൂടുതൽ സഞ്ചാരികൾ എത്തി രാമക്കൽമേടിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നതാണ്. എന്നാൽ ഇവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന സഞ്ചാരികൾ മാത്രമാണ് ഉള്ളത്. ആകെ ഞാനിപ്പോൾ കാണുന്നത് മലപ്പുറത്ത് നിന്ന് എത്തിയ ഒരു ചേട്ടനാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണ്, വന്നിരിക്കാനൊക്കെ പറ്റിയ, ഫാമിലിയോടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല വ്യൂ ഉണ്ട് ഇവിടെ, മുകളിൽ വരുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ കാലാവസ്ഥ ഇപ്പൊ കുഴപ്പമില്ല. ഞങ്ങൾ വന്നപ്പോ അതിൽ കൂടുതൽ പേരൊന്നുമില്ല. കൊള്ളാം, നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. വീണ്ടും വരുമോ? വീണ്ടും വരാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അത്ര കൊള്ളാം, നല്ല കാറ്റുണ്ട് ഇവിടെ. ഇതാണ് ഇപ്പോൾ ജില്ലയിലെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും അവസ്ഥ. വിരലിലെണ്ണാവുന്ന സഞ്ചാരികൾ മാത്രമാണ് എത്തുന്നത്. ഇതിന് പ്രധാന കാരണം വയനാട്ടിലുണ്ടായ വൻ ദുരന്തം തന്നെയാണ്. മലയോര മേഖലയിലേക്കുള്ള ആളുകളുടെ സഞ്ചാരം ഇതോടെ ഗണ്യമായി കുറഞ്ഞതായി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വ്യക്തമാക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ മഴയിൽ മണ്ണിടിഞ്ഞു വീണ് തടസ്സപ്പെട്ട ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതും പ്രതിസന്ധിയായി. ഇതിന് പിന്നാലെയാണ് രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് തമിഴ്നാട് വനം വകുപ്പ് രംഗത്തെത്തിയത്. ഇത് വലിയ വാർത്തയാവുകയും രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞു എന്ന രീതിയിൽ പുറം ലോകത്ത് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി ആളുകളുടെ എണ്ണത്തിൽ വൻ കുറവാണ് ഉണ്ടായത്. ദിനംപ്രതി രാമക്കൽമേട്ടിലെ റിസോർട്ടുകളിലേക്കും ഹോം സ്റ്റേകളിലേക്കുമൊക്കെ എന്ന് ടൂറിസം സെന്റർ തുറക്കുമെന്നുള്ള എൻക്വയറികളാണ് എത്തുന്നത്. ടൂറിസം സെന്ററുകൾ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞ് മടുത്തതായി ഹോം സ്റ്റേ ഉടമകളും പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് DTPC അധികൃതർ. നമുക്ക് ഈ മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആൾക്കാരുടെ വരവ് ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മളെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാവധിയൊക്കെ ആകുമ്പോഴത്തേന് സഞ്ചാരികളുടെ എണ്ണം കൂടുതലായിട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. മഞ്ഞും കുളിരും തേടി കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് മല കയറി എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർക്കുള്ളത്. ഇതിനായുള്ള പ്രവർത്തനങ്ങളും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരംഭിച്ചു കഴിഞ്ഞു. മഴയും പ്രകൃതി ദുരന്തങ്ങളും കഴിഞ്ഞതോടെ രാമക്കൽമേട്ടിൽ ഇപ്പോൾ സഞ്ചാരികളില്ലാത്ത അവസ്ഥയാണ്. ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും DTPCയും പ്രതീക്ഷിക്കുന്നത്. രാമക്കൽമേട്ടിൽ നിന്നും അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.